നമ്മുടെ EVS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇതൊന്നും മിസ് പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് അവിടെ മാർക്ക് വീഴും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എക്സാം അടിപൊളിയായിട്ട് തന്നെ തകർക്കുന്നതാണ്. EVSനെ നിങ്ങളോട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് മിസ് ഇതാ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഓണത്തെ കുറിച്ചാണ്. ഓണത്തെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ നിസ്സാരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഓണത്തെ കുറിച്ച് എഴുതാൻ പറ്റുക? ഓണം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഫെസ്റ്റിവൽ ആണ്, നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഇത് ഓണം എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ആയില്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്താം, ഇത് ഏത് മാസത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ചിങ്ങമാസം വന്നു ചേർന്നാൽ, യെസ്, നമ്മുടെ ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാറ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നുകൂടെ പറയുന്നുണ്ട്. വിളവെടുപ്പ് ഉത്സവം എന്ന് ഓണത്തെ അറിയപ്പെടുന്നു. എങ്ങനെയാണ്? വിളവെടുപ്പ് ഉത്സവം, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പൂക്കളമൊക്കെ അലങ്കരിക്കുന്നുണ്ട് അല്ലെ? പുതുപുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പൂക്കളമൊക്കെ ഇടാറില്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ഗംഭീരമായിട്ടുള്ള ഒരു കിടിലൻ ഓണസദ്യ കൂടെ ഓണത്തിന് കഴിക്കാറുണ്ടെന്ന് നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ് നമുക്ക് ഓണത്തെ കുറിച്ച് എഴുതാൻ പറ്റുക? ദെയർ വിൽ ബി എ ഗ്രാൻഡ് ഓണസദ്യ അല്ലെ? പിന്നെന്തുണ്ടാവും? പൂക്കളം നമ്മളിടും. പിന്നെ ഒരുപാട് ഗെയിമുകൾ ഉണ്ടാവും, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇതൊക്കെ എന്ന് നമ്മൾ ചെയ്യാറുണ്ട്, ഓണ ദിവസം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകമായിട്ടുള്ള പുലിക്കളികൾ, ബോട്ട് റേസ്, ഓണത്തുള്ളൽ, തുമ്പിത്തുള്ളൽ ആർ സം ഓഫ് ദം. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്റർടൈനിങ് ആക്ടിവിറ്റീസ്, അതായത് പുലിക്കളി, വള്ളം കളി, ഓണത്തല്ല്, തുമ്പിത്തുള്ളൽ എന്നിവ അവയിൽ ചിലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓണത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഓണം എന്നുള്ളത്. അപ്പൊ ഇതേപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബൈ.